ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഐഫോണിൽ എങ്ങനെയാണ് ഐ ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നതെന്നാണ്. സോ ബേസിക്കലി നമുക്ക് നമ്മുടെ കണ്ണുകളുടെ മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഐഫോൺ ആൻഡ് ഐപാഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് iOS വെർഷൻ 18 ആൻഡ് iPadOS വെർഷൻ 18 മുതലാണ്. സോ ഇതിൻ്റെ താഴെയുള്ള iOS വെർഷൻസിനൊന്നും തന്നെ ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കില്ല. സോ നിങ്ങളുടെ ഫോൺ iOS 18 വെർഷനിലേക്ക് അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓൾസോ ഈ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഐഫോൺ മോഡൽസ് ഇതൊക്കെയാണ്. ബേസിക്കലി iPhone 12 മുതലുള്ള എല്ലാ മോഡൽസിലും ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. സോ ഈ ഫീച്ചർ ആക്ച്വലി യൂസ്ഫുൾ ആയിട്ടുള്ളത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അറിയുമായിരിക്കും. പുള്ളിക്ക് ALS എന്ന് പറയുന്ന ഒരു ഡിസീസായിരുന്നു. സോ പുള്ളിയുടെ ബ്രെയിനിന് മസിൽസിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നടക്കാനും നമ്മൾ സിസ്റ്റം ആൻഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ഒന്നും യൂസ് ചെയ്യാനും പറ്റില്ല. ബട്ട് സ്റ്റിൽ വിത്ത് ഹെൽപ്പ് ഓഫ് സം ഗുഡ് സോഫ്റ്റ്വെയർസ് പുള്ളി ഇതൊക്കെ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. അതിലൊന്നാണ് ഐ ട്രാക്കിംഗ്. പുള്ളി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്തിരുന്നത് ഐ ട്രാക്കിംഗ് ആൻഡ് ചീക്ക് മസിൽ ട്രാക്കിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഐ ട്രാക്കിംഗ് ഐഫോണിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഐ ട്രാക്കിംഗ് ഓൺ ചെയ്യാൻ ആദ്യം തന്നെ നമ്മൾ സെറ്റിങ്സിലോട്ട് വരികയാണ് വേണ്ടത്. സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ആക്സസിബിലിറ്റി ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് ഐ ട്രാക്കിംഗ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്തൊരു ടോഗിൾ ബട്ടൺ കാണാം ഐ ട്രാക്കിംഗ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനും വേണ്ടി. ഇതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ട്രാക്കിങ്ങിൻ്റെ കാലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മളോട് പറയുന്നുണ്ട് ഫോളോ ദ ഡോട്ട് വിത്ത് യുവർ ഐ. സോ ഈ കാണിക്കുന്ന ഓരോ ഡോട്ടിലും നമ്മുടെ കണ്ണ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് വേണ്ടത്. സോ ഇൻഫ്രാറെഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐൻ്റെ മൂവ്മെൻറ്റ്സ് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുകയും അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് ഈ കേഴ്സർ ആക്ച്വലി ഫോണിൻ്റെ കേഴ്സർ മൂവ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ നോക്കുന്ന എല്ലാ പൊസിഷനിലേക്കും ഇതിൻ്റെ ഒരു ഫോക്കസ് പോകുന്നുണ്ട്. സോ ഹോം സ്ക്രീനിൽ വരുമ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇതിൽ ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടിപ്സിലേക്കാണ്. ടിപ്സ് മെനു ആണ്. പക്ഷെ അത് ഇത്തിരി ഹാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വർക്കായി. കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ ആ പർട്ടിക്കുലർ ഐക്കണിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഓപ്പൺ ആവും. പിന്നെ വാച്ചാണ് ഞാൻ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് കാണാം ഒരു ഫോക്കസ് ഇടയ്ക്ക് മിസ്സായി പോകുന്നുണ്ട്. സോ അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ നന്നായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ആവുമായിരിക്കും. മേ ബി അതായിരിക്കും അതിൻ്റെ ഇഷ്യൂ.